ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലെ പറമ്പിലുള്ള കുറച്ച് കൃഷികളും അതുപോലെ എന്താ പറയുക, മരുന്നുകൾ, ചെടികൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. ഒരുപാട് എന്താ പറയുക, ഔഷധ ഗുണങ്ങളുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഈ ഭാഗം എന്ന് വെച്ചാൽ കൂടുതൽ മുളക് കൃഷി ചെയ്തൊരു ഭാഗമാണ് കേട്ടോ. പിന്നെ ദാ വഴുതനങ്ങ, കൂടുതൽ മുളകാണ്. ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. വഴുതനങ്ങ കേട്ടോ. ഇത് ഫുള്ള് എന്താ പറയുക, മുളകായിരുന്നു കേട്ടോ. പല മുളകുണ്ട്, പല രീതിയിൽ. എങ്ങനെ വെച്ചാൽ ഈ ചീനമുളക് അങ്ങനെ, അതുമാത്രമല്ല പല ഡിസൈനിൽ പല മുളക് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് കിളിനാവൽ, ഇതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കിളിനാവൽ ശരിക്ക് കാണുന്നുണ്ടോ അറിയില്ല. ഇതാണ് ഇത് കിളിനാവൽ കേട്ടോ. പിന്നെ ഒരുപാട് കൃഷികൾ പിന്നെ ചെയ്തിട്ടുള്ള, പിന്നെ ഇതാണ് ഷുഗർ ചീര കേട്ടോ. ഷുഗർ ചീര എന്ന് പറയും. ഇതിന് പല പേരും ഉണ്ട്. ഇത് അതായത് ഷുഗറുള്ളൊരു വ്യക്തിക്ക് ഇത് കഴിക്കേണ്ട രീതി ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ചിലവർ പറയുന്നുണ്ട് ഇത് തിളപ്പിച്ച് ഊറ്റി ആ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വേണം ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കുക. പിന്നെ ഇതിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് വിഷാംശങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോ മുൻപ്. അപ്പോൾ ഇത് വേവിച്ചു, ഇതിൻ്റെ വെള്ളം ഒഴിവാക്കി, ഇതിൻ്റെ കട്ട ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഉപ്പേരിയൊക്കെ വെച്ച് കഴിക്കാൻ കേട്ടോ. അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഷുഗർ ചീര എന്ന് പറയും. പിന്നെ ഇതാണ് നമ്മൾ എന്താ പറയുക, തലയിലൊക്കെ കൂടുതൽ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മൾ തല കറുപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, അതിൻ്റെ പേരെനിക്ക് കിട്ടണില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ആ ഒരു സംഭവമാണ്. ഇതാണ് നീലമരി കേട്ടോ. ഇതാണ് നീലമരിൻ്റെ തൈ. ഇത് വീട്ടിൽ കുറച്ചൊക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നീലമരി നമുക്ക് ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ല സാധനമാണ് കേട്ടോ നീലമരി. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഷുഗർ ചീര തന്നെയാണ് കേട്ടോ. ഇത് ഷുഗർ ചീര. ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മൾ ഷുഗർ ചീര ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഫുള്ളായിട്ട് ഷുഗർ ചീര നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ. ഇതാണ് റെഡ് ഇഞ്ചി എന്ന് പറയട്ടോ. ഇതാണ് റെഡ് ഇഞ്ചി. ഞാൻ നേരത്തെ കാണിച്ച ഒരു അതിൽ വെറൈറ്റി കേട്ടോ. ഇത് റെഡ് ഇഞ്ചി എന്ന് പറയും. ഇതാണ് മധുരച്ചേമ്പ് എന്ന് പറയും കേട്ടോ. ഇത് മധുരച്ചേമ്പ്. പിന്നെ ഇതൊക്കെ നമ്മളിങ്ങനെ മണ്ണ് നിറച്ച് വെച്ചതാണ് കേട്ടോ. ഇതിൽ ചേമ്പ് നട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് നമ്മൾ ചേമ്പ് നട്ട് വെച്ചിട്ടുള്ള കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ നിലത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ഇതിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഫുള്ള് ചേമ്പാണ് കേട്ടോ. ഇവിടെ അതുപോലെ ഇത് കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യാൻ വേണ്ടി ചെയ്ത് കേട്ടോ. ഈ ഒരു സൈഡ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇത് ഫുള്ള് കസ്തൂരി മഞ്ഞൾ കേട്ടോ. ഈ ബോക്സിലുള്ളത് കസ്തൂരി മഞ്ഞൾ. ഇത് റെഡ് ഇഞ്ചി കേട്ടോ. ഇത് റെഡ് ഇഞ്ചിയാണ്. ഇവിടെ ഫുള്ള് ഞാൻ നേരത്തെ കാണിച്ചില്ലേ മുളക് കൃഷി, ഇതൊക്കെ ഇനി റെഡിയാക്കാൻ. പിന്നെ ഇതാണ് ചീരച്ചേമ്പ് കേട്ടോ. ചീരച്ചേമ്പിൻ്റെ ഇലയ്ക്ക് വ്യത്യാസം, നമ്മൾ സാധാ ചേമ്പിനും വ്യത്യാസമുള്ള ഒരു ഇലയാണ് ചീരച്ചേമ്പ്. നമ്മൾ ചീര തോരൻ വെക്കൂലേ, അതുപോലെ ഇത് വെക്കും. ഇത് പൊന്നാങ്കണ്ണി ചീര. പൊന്നാങ്കണ്ണി ചീര അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല വിചാരിക്കണേ. പൊന്നാങ്കണ്ണിയൊക്കെ നമ്മൾ കുറേ ഔഷധ ഗുണങ്ങൾ എല്ലാവരൊക്കെ കേട്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും വിചാരിക്കണേ. ഇത് പൊന്നാങ്കണ്ണി ചീര ഒരുപാട് ഔഷധ ഗുണമുള്ള ചീര കേട്ടത്. കണ്ണിനെയൊക്കെ കാഴ്ച ശക്തിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണം ചെയ്യുന്ന ചീരയാണ് ഇത്. പൊന്നാങ്കണ്ണി ചീര വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല.
പിന്നെ നമ്മളിതാ ഇവിടെ ഈ ഒരു ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നാടൻ മഞ്ഞൾ ഇട്ടാ, മഞ്ഞളിതാ അതിലൊക്കെ നട്ടിട്ടുണ്ട്. ഇതും ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ നിലത്തല്ല, ഇങ്ങനെ പിന്നെ ബോക്സിലായിട്ടും കവറിലൊക്കെ ആയിട്ടാണ് നട്ടിട്ടുള്ളത്. ഏറ്റവും നല്ല സിമ്പിളായിട്ടുള്ള ഇങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. കൃഷി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ലത്. ഇത് കറ്റാർവാഴ. ഇത് കറ്റാർവാഴ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. കറ്റാർവാഴ കുറേ ആയിട്ടും കൊണ്ടുവന്ന് വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ലൊരു രീതിയിൽ തന്നെ കറ്റാർവാഴ വളർന്നു വന്നിട്ടുണ്ട്. കറ്റാർവാഴ നമ്മൾ എണ്ണ കാച്ചുന്നതിന് പിന്നെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക്, മരുന്ന്, അങ്ങനെയുള്ള ആയുർവേദ മരുന്ന് കാര്യങ്ങൾക്കൊക്കെ ഈ സംഭവം യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെ എൻ്റെ ഉമ്മ കൂടുതൽ ആയുർവേദ മരുന്ന് കാര്യങ്ങളൊക്കെ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ യൂസിങ് ഉള്ളൊരു സംഭവം കൂടെ കേട്ടോ ഈ കറ്റാർവാഴ. ഇതാണ് അയ്യമ്പാന എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. പൈൽസ് രോഗത്തിനൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവമാണ്. അങ്ങനെയുള്ള അസുഖക്കാർ ഇത് കൊണ്ടുപോയിട്ട് എന്താ പറയുക, അരച്ച് എന്താ പറയുക ഉരുളാക്കിയിട്ട് അങ്ങനെ കഴിക്കും. അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല ആയുർവേദത്തിൽ നല്ല മരുന്നാട്ട് ഈ സംഭവം. ഇതാണ് സംഭവം. ഇതാണ് മണിത്തക്കാളി. മണിത്തക്കാളിയും ഒരുവിധം എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നത് മണിത്തക്കാളി ഒരുപാട് ഗുണമുള്ളതാണ്. നമ്മുടെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് വരെ എന്താ പറയുക പഠനം കണ്ടെത്തിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ മണിത്തക്കാളി കേട്ടോ. എൻ്റെ വീട്ടിൽ ആദ്യം നല്ല ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കുറവാണ്. ഇനിയിപ്പോൾ കൃഷികളൊക്കെ നമ്മളാക്കി വരുന്ന സമയമല്ലേ, ഇപ്പോൾ എല്ലാം ആയി റെഡിയാക്കി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതാ ഇവിടെയൊക്കെ മണിത്തക്കാളി ഉണ്ട് കേട്ടോ. പക്ഷെ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വേണം, കുറേയൊക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ പാത്രത്തിലാക്കിയിട്ട് വെച്ചാട്ടോ കൃഷി ചെയ്താണ് ഇതൊക്കെ. ഇതാണ് പിലാത്തിക്കുക കേട്ടോ. കുകയിൽ പെട്ട തന്നെ നമുക്ക് പച്ചക്ക് കഴിക്കാൻ പറ്റിയ ആ വെള്ളക്കുക ഉണ്ടല്ലോ, അതാണ് ഇത് കേട്ടോ. ഇതും നമ്മൾ ചാക്കിലാണ് നട്ടിട്ടുള്ളത്. കൂടുതൽ നിലത്ത് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അതിനേക്കാളും കൂടുതൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇത് ഫുള്ള് ഇതാ ഇങ്ങനെ ഈ സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ വെച്ചതാണ്. കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണ് ഏറ്റവും നല്ല എളുപ്പട്ടോ. നമുക്ക് നനയ്ക്കാനായാലും വിളവെടുക്കാനായാലും ഒക്കെ നല്ല സുഖമാണ് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ. ഈ ഒരു സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കഞ്ഞിക്കുറുക്കൽ കേട്ടോ. കഞ്ഞിക്കുറുക്കൽ എന്ന് പറയും, നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ പറയും, പല പേരുണ്ടായിരിക്കും പല സ്ഥലങ്ങളിലും. ഇത് ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ് കേട്ടോ. എല്ലാ ഔഷധ ഗുണങ്ങൾ ഉള്ളതെല്ലാം കാണിക്കണ്ടേ വിചാരിച്ച്. അപ്പോൾ ഇത് നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ, കഫക്കെട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പണ്ടേ ഉപയോഗിക്കുന്ന സംഭവമാണ് ഇതൊക്കെ. ഇപ്പോഴൊന്നും ഇതൊന്നും വലിയ യൂസിങ് ഒന്നും ഇല്ല. അപ്പോൾ പലവരും എന്താ പറയുക ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ മാറിയില്ലേ. അപ്പോൾ ഇതാണ് കഞ്ഞിക്കുറുക്കൽ എന്ന് പറയും. ഇതാണ് അയമോദകം കേട്ടോ. ഇതാ ഒരു കണ്ടു കഴിഞ്ഞാൽ തുളസി പോലെ ഇരിക്കും, പക്ഷേ ഇലയിൽ മാറ്റമുണ്ട് കേട്ടോ. ഇല ഒരു പരന്ന സൈസ് ഇലയാണ് കേട്ടോ. ഇതാ ഇലക്ക് തുളസീൻ്റെ ഇല പോലെയല്ല, പക്ഷേ ഇതിന് ചെറിയ മാറ്റമുണ്ട്. ഇതിൻ്റെ ഈ ഒരു പൂവിന് ഇതിൽ കായുണ്ട് കേട്ടോ. നമ്മൾ ഇതും എന്താ പറയുക, നമുക്ക് വയറുവേദന അങ്ങനെയുള്ള സംഭവമൊക്കെ വരുമ്പോൾ നമ്മൾ തിളപ്പിച്ച് കൊടുക്കാറുണ്ട് ഈ സംഭവം. അയമോദകം ഒക്കെ പണ്ടൊക്കെ ഉള്ള സംഭവം തന്നെ. ഇതും ഒരു ഔഷധ ഗുണമുള്ള സംഭവം തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലുണ്ട് അയമോദകം. നമുക്കറിയാം, അതൊക്കെ യൂസ് ചെയ്ത് ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. ഇതാണ് അതിൻ്റെ തൈ കേട്ടോ. എൻ്റെ ഒറ്റ കൈ കൊണ്ടായതുകൊണ്ട് എനിക്ക് ശരിക്കും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഇനി ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ മാത്രം അതിൻ്റെ ഈ ഒരു ഇതെടുത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അയമോദകത്തിൻ്റെ തൈ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ പിന്നെ ജാതിക്ക തൈ കേട്ടോ. ഇത്
നമ്മളിങ്ങനെ പുറത്തൊക്കെ കൊടുക്കും ചെയ്യുക. പിന്നെ ഇവിടെ ജാതിക്ക തൈ ഉണ്ട്, പക്ഷേ നമ്മൾ ജസ്റ്റ് ഒരു തൈ ഇങ്ങനെ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാട്ടോ. ഇത് പിന്നെ റംബുട്ടാൻ, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, റംബുട്ടാൻ്റെ തൈ കണ്ടിട്ടുണ്ടാവുമല്ലോ. ജാതിയുടെ തൈയാട്ടോ. പിന്നെ നമ്മൾ കപ്പ വെച്ചിട്ടുള്ളത് അതുപോലെ ചാക്കിലാണ് കേട്ടോ, മണ്ണ് നിറച്ച് ചാക്കിലാണ് വെച്ചിട്ടുള്ളത്. ഇതങ്ങനെ, ഇതും അടിപൊളി ഐഡിയ ആണ് കേട്ടോ, നല്ല ഐഡിയാസാണിത്. കാരണം നമുക്ക് നല്ല കപ്പ കിട്ടും. പിന്നെ ഈ എന്താ പറയുക, ഈ അടിയിൽ നമുക്ക് പെരിച്ചായൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. അത് വന്ന് തിന്ന് പോകുന്നോ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ നശിച്ചു പോകുന്നോ നമുക്ക് പേടിക്കണ്ട. ഇങ്ങനെ ചാക്കിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് അവിടെ ഇങ്ങനെ റെഡിയാക്കിയിട്ടാണ് കേട്ടോ, എന്താ പറയുക, പച്ചക്കറി തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് മണ്ണൊക്കെ കിളച്ചിട്ടിട്ടുണ്ട് ഇവിടെയും. പിന്നെ ചീര കൂടുതൽ എല്ലാ പ്രാവശ്യവും അവിടെ ചീര, അതുപോലെ കമ്പൊക്കെയാണ് കൂടുതലും ഇവിടെ ഉണ്ടാക്കാറുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ കമ്പം ഉണ്ടാക്കിയത്, വിളവെടുത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ കമ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മീറ്റർ പയർ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സംഭവം ഈ തൈ എന്ന് പറഞ്ഞാൽ പേരെനിക്ക് വലിയൊരു ഓർമ്മയിലില്ല. ഇത് നമ്മൾ കൊതുകൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അവിടെ തേച്ച് കഴിഞ്ഞാൽ നല്ല ചൊറിയുന്ന സമയത്ത് തേച്ച് കൊടുത്താൽ മതി, ചൊറിച്ചിൽ നിൽക്കൂട്ടാ. ഇത് അടിപൊളി ഒരു മരുന്നാണ്. പിന്നെ ഈ സൈഡിൽ കുറേയൊക്കെ പച്ചക്കറി ഉണ്ട്. ഇതൊന്നും അല്ല കേട്ടോ, ഒരുപാടുണ്ട്, പക്ഷെ നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. ഒക്കെ വാടിക്കണം കേട്ടോ, നല്ല വെയിലാണ്. നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഒക്കെ വാടിപ്പോയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിക്കണം കേട്ടോ, പക്ഷേ നട്ടുച്ചായതുകൊണ്ട് തന്നെ ഒക്കെ വാട്ടം വന്നിക്കണം. ഇതൊക്കെ വെണ്ടയ്ക്കാണ് കേട്ടോ, ഇത് വെണ്ടയ്ക്കല്ല, ഇത് വെണ്ടയാണ്. ഇതൊക്കെ ഈ പഴക്കൊല സ്വർണ്ണമുഖിയാണ് കേട്ടോ, സ്വർണ്ണമുഖി എന്ന് പറയും. നേന്ത്രപ്പഴം പോലെ തന്നെ, ഇതാണ് സ്വർണ്ണമുഖി. കമ്പ് ചെറുതാണ് കേട്ടോ, പക്ഷേ ഇതും ഒരു ഫ്രൂട്ട്സ് തൈ തന്നെ കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഈ സംഭവം. ഇതൊരു പഴുത്ത് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളറിലാണ്. ഇതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതും പിന്നെ പാലിൽ വെള്ളം ചേർക്കാറുണ്ട്, വെള്ളം ചേർത്താൽ കുഴപ്പമില്ല. അങ്ങനെ ഈ പഴം പഴുത്ത് കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് എനിക്കങ്ങനെ ആ ടേസ്റ്റ് എനിക്ക് പറയാനറിയില്ല, നല്ലൊരു ടേസ്റ്റുള്ളൊരു പഴമാണ് ഈ സംഭവം. ഇത് ജ്യൂസ് അടിക്കാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ. ഇത് മുളക് കൃഷിയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് അപ്പം ഇങ്ങനെ പാവിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാനുണ്ട്, ഇതൊക്കെ മാറ്റി പുറത്തേക്ക് വേറെ പാത്രത്തിലേക്ക് നടാനുണ്ട്. ഇതൊരു തുളസിയാണ് കേട്ടോ. ഇത് ഒരു വിക്സിൻ്റെ നല്ലൊരു എന്താ പറയുക, നമ്മൾ ടൈഗർ ബാമില്ലേ അതിൻ്റെ ഒരു സ്മെല്ലായിരിക്കും ഇതിന്. നല്ല സ്മെല്ലാണ് സംഭവം, അതേ ഒരു വിക്സിൻ്റെ നല്ല സ്മെല്ല് കിട്ടും. ഇത് ഇവിടെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിന് സെറ്റാക്കിയതാണ് കേട്ടോ. ഇതൊക്കെ മുളക് തൈയാണ്, മുളകിൻ്റെ തൈകൾ നമ്മളിവിടെ നല്ല വെയിലുള്ള ഭാഗം നോക്കി വെച്ചാൽ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചാട്ടോ. ഡ്രാഗൺ ആയി വരുന്നേ ഉള്ളൂ, ചെറിയ തൈകളാണ്, ഇത് പിടിച്ച് വരണുള്ളൂ കേട്ടോ. അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താണ്. ഇതാ ഇവിടെ പിന്നെ ഏകദേശം കയറിയിട്ടുണ്ട്. ഇങ്ങനെ ഇതിൽ പിടിച്ച് കയറാൻ വേണ്ടിയിട്ടോ അങ്ങനെ സെറ്റാക്കി കൊടുത്തു. നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല മല്ലികപ്പൂ കേട്ടോ. ഇവിടെയൊക്കെ മുളക് വെച്ചാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി ഞാൻ വലിയൊരു പഴക്കൊല കാണിച്ചു തരാം. ഇതാണ് ആ വലിയ പഴക്കൊല, റോബസ്റ്റാണ് കേട്ടോ, ആയി വരുന്നേ ഉള്ളൂ. ഇത് സപ്പോട്ട അതാ നമ്മൾ കുറേയൊക്കെ വിളവിപ്പോൾ എടുത്തു കേട്ടോ, കുറേയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്, ആയി വരുന്നുണ്ട് മാഷാ അല്ലാ. ഇനിയും ഒരുപാട്
ഈ സപ്പോട്ട നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചൊക്കെ ഇത്ര ഒരു മധുരം തോന്നിയിട്ട് നല്ല മധുരമാണ്. മാഷാഅല്ലാഹ് നല്ല ടേസ്റ്റാണ് ഈ സംഭവം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പം തോന്നിയിട്ടുണ്ട് ഈ സപ്പോട്ട. നല്ല ടേസ്റ്റാണ് ഈ സപ്പോട്ട. നമുക്ക് ഇങ്ങനെ തന്നെ പൊട്ടിക്കാട്ടോ. പൊട്ടിക്കാനൊക്കെ നല്ല സുഖമാണ്. ഇത് ഓർക്കാപ്പുളീൻ്റെ തൈ കേട്ടോ. പക്ഷേ ഓർക്കാപ്പുളിയൊന്നുമില്ല, ഒക്കെ പൊട്ടിച്ചു. ഇപ്പോൾ കുറേ ഉണ്ടായിരുന്നു. ഇതാ അപ്പം ജസ്റ്റ് പൂ ഇങ്ങനെ വരുന്നുണ്ട്. പൂ വരുന്നുണ്ട്, വരുന്നേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഇതാ നമ്മൾ പാത്രത്തിൽ തന്നെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. ഇത് മധുര അമ്പായെന്ന് പറയും കേട്ടോ. പക്ഷെ ഇതിമല്ല, അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല. ഇത് നമ്മൾ പാത്രത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മധുര അമ്പായ കേട്ടോ. നല്ല മധുരമാണ് ഈ സംഭവം. ഇത് ഒരു നാരങ്ങയാണ് കേട്ടോ. ഇതും ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. വെള്ളമടിക്കുന്ന നാരങ്ങയാണ്. നല്ല വലുതായിട്ട് വരും കേട്ടോ ഈ നാരങ്ങ. ഇതാ ഇത്ര ഒന്നല്ല, അതിനേക്കാളും വലുതായിരിക്കും. ഇതാ ഒരു ഭാഗത്തതാ ഇതാ ഇതിനിങ്ങനെ അത്യാവശ്യം നല്ല വലുതാവാനുണ്ട് കേട്ടോ. ആയി വരുന്നേ ഉള്ളൂ. ഉണ്ടോ? ഇതൊരു മൂച്ചിത്തൈയാണ് കേട്ടോ. ഇത് നമ്മൾ ഇതാ അതുപോലെ വലിയൊരു പാത്രത്തിൽ തന്നെ സെറ്റാക്കി വെച്ചാണ്. ഇത് കൊടമ്പുളിയുടെ തൈ കേട്ടോ. ഇപ്രാവശ്യമാണ്. ഇത് കുറേ ആയി വെച്ചിട്ട്, നമ്മളൊരു 2 വർഷം ആയി വെച്ചിട്ട്. ഇപ്പോഴാണ് കൊടമ്പുളി ഇപ്പം ഈ കുറച്ച് മുൻപ് ഇപ്പം ഉണ്ടായിട്ട്. ഇനിയിപ്പോൾ അതാ അതിൽ പൂ വരുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റൂല. ഇത് ജാതിമരം, ഞാൻ പറഞ്ഞില്ലേ ജാതിമരം. പിന്നെ അത്യാവശ്യം നമ്മളെ വീട്ടിൽ കുറച്ചുണ്ട്. ഉമ്മ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളിങ്ങനെ എല്ലാം നിലത്തൊന്നും അധികം ഒന്നും നമ്മൾ വെച്ചിട്ടില്ല. ഒക്കെ പാത്രത്തിലായിട്ട് തന്നെ കേട്ടോ വെച്ചിട്ടുള്ള. ഫ്രൂട്ട്സ് തൈകൾ ഫുള്ള് നമ്മൾ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുള്ളത്. ഇതിനൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കറിവേപ്പില പിന്നെ നമ്മൾ താഴത്ത് തന്നെ ഇട്ട് വെച്ചിട്ടുള്ളത്. ഈ സംഭവം എൻ്റെ വീട്ടിൽ എത്ര വെച്ചാലും ഉണ്ടാവാത്തൊരു സംഭവമാണ് കറിവേപ്പില. എന്താണെന്നറിയില്ല. എൻ്റെ അമ്മ ഒരുപാട് കൃഷി ചെയ്തതിൽ ഏറ്റവും കൂടുതൽ വെച്ച് നോക്കിയിട്ട് ഇപ്പോൾ ഇതാ മാഷാ അല്ലാഹ് കുഴപ്പമില്ലാതെ ഇങ്ങനെ വരുന്നുണ്ട്. കണ്ടോ? ഈ സൈഡിലൊക്കെ എല്ലാം നമ്മൾ ബ്ലൂബെറി ഒക്കെയാണ് കേട്ടോ. ഒക്കെ നമ്മൾ പാത്രത്തിൽ തന്നെ. ഇതൊരു പേരയ്ക്കാണ് കേട്ടോ. ആയി വരുന്നേ ഉള്ളൂ. പല വെറൈറ്റീസ് പേരക്ക ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ. പേരക്ക ഉമ്മ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എല്ലാം കൃത്യമായിട്ട് കിട്ടും. ഇതൊക്കെ ഒരു തൈകൾ തന്നെ, ഫ്രൂട്ട്സിൻ്റെ തൈകൾ തന്നെ കേട്ടോ. അവിടെ കാണുന്നത് ചാമ്പക്ക. കാണുന്ന ലാസ്റ്റ് കാണുന്നത് ചാമ്പക്കൻ്റെ തൈയാണ്. റംബുട്ടാന് കാര്യങ്ങൾ. പിന്നത് മുളക്, ചീനമുളക്. ഇതൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് അത്തിയുടെ മരം കേട്ടോ. അത്തി പക്ഷെ എന്തോ വന്ന് ഒരു ജസ്റ്റ് ഇലക്കൊക്കെ എന്തൊക്കെയോ പ്രശ്നം വന്നിട്ടുണ്ട്. ഇത് ബട്ടറിൻ്റെ തൈ കേട്ടോ. ബട്ടർ ചില ആളുകൾ പറയും നമ്മളിവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയും. പക്ഷേ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരുണ്ടാക്കിയിട്ട് തന്നെ. നമ്മുടെ നാട്ടിൽ നല്ല ഉഷാറായിട്ടുണ്ടാവുന്ന സംഭവം തന്നെയാണ് കേട്ടോ ഇത്. ജാതിമരം. പിന്നെ ഇവിടെ ഇതാ മിൽക്ക് ഫ്രൂട്ട്. ഞാനിപ്പോൾ അടുത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭവമാണ് കേട്ടോ. അത് മിൽക്ക് ഫ്രൂട്ട് എന്നറിയും. നമ്മൾ ഫ്രൂട്ട്സ് തൈകളൊക്കെ ഇതുപോലെ പാത്രത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇതും എന്താ പറയുക, നമ്മൾ കുറേ മുന്നേ മിറാക്കിൾ ഫ്രൂട്ട് എന്നറിയും. മിറാക്കിളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പുളിയുള്ള സാധനം കഴിച്ചാൽ, കഴിക്കുന്നതിന് മുൻപ് ഇത് കഴിച്ചിട്ട് പിന്നെ പുളിയുള്ള സാധനം കഴിച്ചാൽ നല്ല മധുരം ഉണ്ടാവും. മിറാക്കിൾ ഫ്രൂട്ട് ഇത് ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണുന്നില്ല, വെയിലായതുകൊണ്ട് തന്നെ അത്ര കണ്ട് കായ്ച്ച കിട്ടുന്നില്ല കേട്ടോ. ഉറുമാമ്പഴത്തിൻ്റെ തൈ കേട്ടോ. നല്ല മുകളിൽ പോയിട്ട് പൂവുണ്ടായിട്ടുണ്ട്.
താഴേന്നൊക്കെ നല്ല നല്ല ഹൈറ്റിൽ പോയിട്ട് അവിടെ പോയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ കുറേ മൂച്ചിത്തൈകളും വെറൈറ്റി മൂച്ചിത്തൈകൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു സൈഡിൽ ഫുള്ള്. ഇത് എന്താ പറയുക, ഓറഞ്ചാണ് കേട്ടോ, ബുഷ് ഓറഞ്ച്. ഇതാ ബുഷ് ഓറഞ്ച് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, ജസ്റ്റ് ഫ്രൂട്ട്സിൽ കാണിച്ചു തരാമെന്ന് മാത്രം കേട്ടോ. ഇത് നല്ല ഇത്രയൊന്നുമല്ല, ഇതായി വരുന്നുണ്ട്, നല്ല ഉണ്ടാവും കേട്ടോ. ഓരോ കമ്പിലും അത്യാവശ്യം നല്ല ഉണ്ടാവും, മാഷാ അല്ലാഹ്. ഒരുപാട് ഉണ്ടാകുന്നൊരു സാധനമാണ് ഈ ബുഷ് ഓറഞ്ച്. ഇത് പിന്നെ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ടതൊക്കെ അറിയുന്ന സംഭവം തന്നെ, തുളസി നമ്മളിങ്ങനെ നല്ല അത്യാവശ്യം വീട്ടിൽ നിന്ന് ഒഴിവാക്കാതെ ഇങ്ങനെ നട്ട് പിടിപ്പിക്കുന്നൊരു സാധനം തന്നെ കേട്ടോ. അത് നല്ല ഉണ്ട് തുളസി. ഈ സൈഡ് മാത്രമല്ല അപ്പുറത്തും കുറേ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന സാധനമാണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇതാ മൂച്ചിത്തൈകളൊക്കെയാണ് കേട്ടോ കൂടുതലും. മൂച്ചിത്തൈകളും കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പീനട്ട് ബട്ടർ കേട്ടോ, പക്ഷെ വല്ലാണ്ട് കാണുന്നില്ല. മുളകിൻ്റെ തൈ കേട്ടോ. പിന്നെ ഈ സൈഡിലേക്ക് ഇതാ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന മൂച്ചിത്തൈകളാട്ടോ. ചെറിയ കണ്ണിമാങ്ങ ഇതാ വരുന്നേ. ഇതിലൊക്കെ ചെറുതായിട്ട് മാങ്ങ ഉണ്ടാകുന്നുണ്ട് കേട്ടോ, മാഷാ അല്ലാഹ്. മാങ്ങ വരുന്നുണ്ട്, 3 വർഷം കൊണ്ട് കായ്ക്കുന്നത്. ഇത് ആദ്യമായിട്ട് ഉണ്ടാവാണ് കേട്ടോ. ഇതാ കാണുന്നുണ്ടാവില്ല, കണ്ണിമാങ്ങ വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ നല്ല ടേസ്റ്റുള്ള മാങ്ങ കേട്ടോ, നമ്മൾ സാധാ മാങ്ങ അങ്ങനെയല്ല, നിങ്ങൾക്ക് പേരുണ്ട്, ഓരോ പേരുണ്ട് ഇതിന് കേട്ടോ. നല്ല അടിപൊളി മാങ്ങയാണ്. കയ്പക്ക കവറിനുള്ളിലാക്കി കൊടുത്താണ്. കയ്പക്കൊക്കെ എന്തോ പോലെ ആയിപ്പോയിട്ടുണ്ട്. ഇത് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, ഇത് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല. അതിനെ നേരത്തെ കാണിച്ചു തന്നതിനേക്കാളും ഇതിൽ നമ്മൾ കായ ഉണ്ടായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിട്ട് നമ്മൾ പറിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഷാറിൽ ഇത് രണ്ട് വർഷമായിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ട് നമ്മൾ പൊട്ടിക്കേണ്ടത് ഇതിമെന്ന്. ഇതും പിന്നെ നാവൽ, പല നാവൽ കേട്ടോ, അബിയു പലതുണ്ട്, കറക്റ്റ് എനിക്ക് പേര് കിട്ടുന്നില്ല. ഇതാണ് അബിയു കേട്ടോ. ഇത് പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷുഗറിന് പറ്റിയൊരു മരുന്നാണ്. ഇത് പിന്നെ സ്റ്റാർ പുളിൻ്റെ തൈ കേട്ടോ. ഇവിടെയും നമ്മളൊരു ജാതി തൈ കൊടുത്തിട്ടുണ്ട്, ജാതിമരം. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാത്രത്തിലാട്ടോ എല്ലാം ഉണ്ടാക്കിയിരുന്നത്, ഒന്നും താഴെ ഉണ്ടാക്കിയിട്ടില്ല. ഇത് പിന്നെ ഇതാണ് വയമ്പൊക്കെ എല്ലാവർക്കും അറിയാം, പണ്ട് കാലങ്ങളിൽ മക്കൾക്കൊക്കെ നമ്മൾ കൊടുത്തിരുന്ന സംഭവമാണ് ഇതൊക്കെ. വയമ്പ് എന്ന് പറയും, വയറുവേദനക്കൊക്കെ കൊടുക്കാറുണ്ട് വയമ്പ്. ഇതാണ് വയമ്പ് കേട്ടോ. പിന്നെ ഇതാണ് ബ്രഹ്മി. നമ്മൾ പണ്ട് മക്കൾക്ക് ഇതേപോലെ തന്നെ ബുദ്ധി വെക്കാനെന്നൊക്കെ പറയും, അതിനൊക്കെ കൊടുത്തിരുന്നതാണ് ബ്രഹ്മി. ഇതും നമ്മളെന്താ പറയുക, ലേഹമൊക്കെ ആയിട്ടൊക്കെ കടകളിൽ നിന്നൊക്കെ പണ്ടൊക്കെ അങ്ങനെയൊക്കെ വാങ്ങിച്ച് എനിക്കറിയാം കേട്ടോ. ആ സംഭവമാണ് ഇതത് പൂവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് അത്യാവശ്യം മൂത്തിട്ടുണ്ട്, കുറച്ചായി നമ്മളിത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഇത് വെള്ളത്തിലിത് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ, വെള്ളം നമ്മൾ മണ്ണിലൊന്നുമല്ല, കാണുന്നുണ്ടോ അറിയില്ല, ഇതാ വെള്ളത്തിലാണ് നമ്മൾ ഇതും കൃഷി ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാ വെള്ളത്തിലാണ് നമ്മളിത് കൃഷി ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 പാത്രങ്ങളിലായിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇത് കുറ്റിക്കുരുമുളക് കേട്ടോ. കുറ്റിക്കുരുമുളക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിമെന്ന് കുരുമുളകൊക്കെ പൊട്ടിച്ചു കേട്ടോ. അത്യാവശ്യം നമ്മൾ മറ്റ് സാധാ കുരുമുളകില്ലേ അതിനേക്കാൾ നല്ല വിളവെടുക്കാൻ പറ്റും കുറ്റിക്കുരുമുളക്. ഇതിപ്പോൾ നമ്മളിങ്ങനെ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഇങ്ങനെ പാത്രത്തിലായിട്ട് തന്നെ വെച്ച് കൊടുത്താണ്. ഇതാ ജാതി തൈ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ജാതി തൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കടുകാണ് കേട്ടോ.
കടുക് കണ്ടുക്കണോ ആരെങ്കിലും? കടുക് വിത്തിട്ടതാണ്. ട്രൈ, എല്ലാം ട്രൈ. കടുകാണ് കേട്ടോ അത്. ഇതാ കടുക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കുരുമുളകിൻ്റെ ഒരു ഭാഗം. പിന്നെ ഇത് ഫുള്ള് മുളകാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ മുളപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ. ഇനി ഇവിടുന്ന് പറിക്കും. ഇത് വലുതായി നമ്മളൊരു കവുങ്ങിൻ്റെ ചോട്ടാണിത് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇത് ഇവിടുന്ന് ഇനിയല്ല കുറച്ച് വലുതായതിൻ്റെ ശേഷം ഇവിടുന്ന് പറിച്ചിട്ട് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഈ ഒരു സൈഡിലും നമ്മൾ കൂടുതൽ ഇതാ ജാതിത്തൈ തന്നെ കേട്ടോ. ഞാൻ അവിടെ ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ജാതിയാണ് വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഏറെക്കുറെയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതൊരു എന്താ പറയുക ഞാവലാണ് കേട്ടോ. ഇത് ഞാവൽ, വെള്ള ഞാവലുണ്ട്. അതാ പറഞ്ഞത്. കുറേ ഞാവൽ തന്നെ ഇവിടെ 2-3 ഐറ്റം ഞാവൽ പായ ഉണ്ട് കേട്ടോ. തൈകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ഇനി ഞാൻ കാണിച്ചു തരുന്നതാണ്. പിന്നെ അപ്പോൾ നമ്മുടെ കൃഷികളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. മാഷാ അല്ലാഹ് ഒരുപാട് ഇനിയും കൃഷികളൊക്കെ ചെയ്യണം എന്നുണ്ട്. നമ്മളെ മെയിൻ നമ്മുടെ കൃഷി ഉമ്മയാണ് കേട്ടോ. ഇത് ചക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവരും ഉണ്ടാവും. ഇല്ലാത്തവർക്കൊരു കൊതിയായിരിക്കും. ഉള്ളവർക്കതൊരു കൊതിയേ അല്ല. ഇതാ ചക്ക ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. നമ്മളെ ഫസ്റ്റ് ചക്ക, ഈ വർഷത്തെ ഫസ്റ്റ് ചക്കയാണ്. പക്ഷെ നോമ്പിനായിരിക്കും ഇവരൊക്കെ റെഡി ആവുന്നത്. കുഞ്ഞു ചക്കകൾ വരുന്നുള്ളൂ. അതാ കണ്ടോ. മുകളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടാറ്റാ ബൈ.